വിദഗ്ധൻ മോഹൻ വർഗീസ് കൂടി ചേരുന്നുണ്ട്. സാർ നമസ്കാരം. ഈ ഇസ്രയേൽ ആക്രമണം നടത്തി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഇസ്രയേലിന്റെ തന്ത്രപ്രധാനമായ മേഖലകളിലാണ് ഇറാൻ അതിശക്തമായ ആക്രമണം നടത്തിയിരിക്കുന്നത്. ഈ കാര്യങ്ങൾ ഇസ്രയേലിന്റെ കൈവിട്ടു പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നുണ്ടോ? ഇത് ഇസ്രായേൽ പ്രതീക്ഷിച്ചിരുന്ന പ്രത്യാക്രമണം തന്നെയാണ്. ഒരു ആക്രമണം ഉണ്ടാകുമ്പോൾ തീർച്ചയായും തത്തുല്യമായ പ്രത്യാക്രമണം ഇറാൻ പോലെ ഒരു ശക്തിയിൽ നിന്നും പ്രതീക്ഷിക്കാവുന്നതാണ്. നേരത്തെ ഇതിപ്പോ ഒരു മൂന്നാമത്തെ വേവ് ആണെന്ന് വേണമെങ്കിൽ പറയാം. കഴിഞ്ഞ വർഷം 2 വേവ്സ് ഓഫ് അറ്റാക്ക് കഴിഞ്ഞതിന് ശേഷം ഇപ്പോഴിതാ 3rd വേവ് ഓഫ് അറ്റാക്ക് ആണ് ഇസ്രായേലിന് നേരെ ഉണ്ടായിരിക്കുന്നത്. ഇപ്രാവശ്യം ഏതാണ്ട് 400ഓളം ഏറിയൽ ഒബ്ജക്ട്സ് ഇസ്രായേലിന് ഇസ്രായേൽ വ്യോമ പ്രതിരോധ രംഗത്തിന് വലിയ പ്രാധാന്യം നൽകുന്ന രാജ്യമാണ് എന്നോർക്കണം. അയൺ ഡോം സംവിധാനമുണ്ട്. പക്ഷേ ആയിരക്കണക്കിന്, നൂറുകണക്കിന് മിസൈലുകൾ ഒരേ സമയം വരുമ്പോൾ ഏതുതരം വ്യോമ പ്രതിരോധ സംവിധാനവും അയൺ ഡോം സംവിധാനവും പാളുമെന്നത് തീർച്ചയായും അതൊരു ലോജിക്കൽ ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് ഇസ്രയേലിന്റെ ഒരു പൂർണ്ണ തകർച്ച എന്ന് പറയാനാവില്ല. പക്ഷെ ഒരു കാര്യം ഉണ്ട്, ഇസ്രയേൽ ചെറിയൊരു രാജ്യമാണ്. കാരണം ചെറിയ രാജ്യം, ചെറിയ ജനസംഖ്യ, കാരണം 94 ലക്ഷം പേര് മാത്രമുള്ള കേവലം 20,000 സ്ക്വയർ കിലോമീറ്റേഴ്സ് മാത്രം, അത് കേരളത്തിന്റെ പകുതി മാത്രം ഭൂമിശാസ്ത്രപരമായി വലിപ്പമുള്ള ഒരു രാജ്യം എന്ന നിലയിൽ ഇസ്രയേലിന് യഥാർത്ഥത്തിൽ ആ ഒരു ഫ്ലെക്സിബിലിറ്റി ഓഫ് ലാൻഡ് അതില്ല. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ വളരെ വിസ്തൃതമായ രാജ്യമാണ്. ഇസ്രയേലിന് 60-70 ഇരട്ടി ഭൂമിയുള്ള 10 ഇരട്ടിയിലധികം ജനസംഖ്യയുള്ള ഒരു രാജ്യമെന്ന നിലയിൽ ആ ഒരു അഡ്വാൻറ്റേജ് ഇറാനുണ്ട്. ഒരു പ്രഹരം താങ്ങാൻ ഭൂമിയുണ്ട്, ഒരു പ്രഹരം താങ്ങാൻ നഗരങ്ങളുണ്ട്. പക്ഷെ ഇസ്രായേലിന് ആ ഒരു ലിവറേജ് ഇല്ല എന്നതാണ് ഇസ്രായേലിനെ വ്യാകുലപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആണവമായ ഒരു ആക്രമണം സംഭവിച്ചാൽ, ഇറാനിൽ നിന്നും ആണവമായ ഒരു ആക്രമണം സംഭവിച്ചാൽ അത് തടഞ്ഞു നിർത്താൻ ഒരു പക്ഷേ ഇസ്രായേൽ ബാക്കി ഉണ്ടാവില്ല എന്നതുകൊണ്ടാണ് പ്രീഎംപ്റ്റീവ് സ്ട്രൈക്ക് എന്ന നിലയിൽ ഇസ്രായേൽ കഴിഞ്ഞ ദിവസം ആക്രമണം നടത്തിയത്. കാരണം ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണം ഏതാണ്ട് പൂർണ്ണതയിലെത്തുന്നു. ഏതാണ്ട് 60% കേപ്പബിലിറ്റിയിൽ നിന്നും യുറേനിയം സമ്പുഷ്ടീകരണം 90% കൃത്യതയിലേക്ക് നീങ്ങുന്നു എന്ന് പറയുമ്പോൾ അത് വെപ്പൺ ഗ്രേഡ് കാര്യങ്ങളാണ്. അതായത് ഒരു 25 കിലോഗ്രാം യുറേനിയം സമ്പുഷ്ടീകരിച്ച 90%-ത്തിലധികം സമ്പുഷ്ടീകരിച്ച യുറേനിയം ഉണ്ടെങ്കിൽ ഒരു ബോംബ് ഉണ്ടാക്കാം. അപ്പൊ 400 കിലോയോളം സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇറാന്റെ കൈവശമുണ്ട് എന്നാണ് ഇൻഡിപെൻഡന്റ് എസ്റ്റിമേറ്റ്സ്. അത് മാത്രമല്ല ഐക്യരാഷ്ട്ര സംഘടനയുടെ ഈ പരിശോധനാ സംവിധാനമായ ഇന്റർനാഷണൽ ആറ്റമിക് എനർജി ഏജൻസി IAEA പരിശോധനകൾക്ക് ഇറാൻ ഇപ്പോൾ വഴങ്ങുന്നില്ല. അത് മാത്രമല്ല ഭീതിതമായ രീതിയിൽ കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു എന്ന സൂചന കഴിഞ്ഞ ദിവസമാണ് IAEA റിപ്പോർട്ടിൽ പറഞ്ഞത്. ഇറാൻ സഹകരിക്കുന്നില്ല എന്ന രീതിയിലും വലിയ രീതിയിലുള്ള പ്രോളിഫറേഷൻ അറ്റംപ്റ്റ് ആണ് ഇറാൻ നടത്തുന്നത് എന്നതുമാണ് ഏറ്റവും വലിയ ഒരു നിർദ്ദേശമായി ഒരു നിഗമനമായി IAEA മുന്നോട്ട് വെച്ചത്. ആ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തി അമേരിക്കയുമായുള്ള ചർച്ചകൾ വഴിമുട്ടി നിൽക്കുന്ന 5ാം റൗണ്ട് കഴിയുമ്പോഴും ആണവ ചർച്ചകൾ വഴിമുട്ടി നിൽക്കുകയാണ്, ഇറാൻ അമേരിക്ക ചർച്ചകൾ. ആ അവസരം പ്രയോജനപ്പെടുത്തിയാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയതും. ഇറാൻ സ്വാഭാവികമായ പ്രത്യാക്രമണം നടത്തേണ്ടതുണ്ട്. ഇറാന്റെ ജനതയോട് ഇറാന്റെ ഗവൺമെന്റിന് ഉത്തരവാദിത്വമുണ്ട്. കാരണം തീർച്ചയായും അവിടെ ജനവാസ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ ബോംബ് വീണു എന്ന രീതിയിലാണ് സംസാരം. അതുകൊണ്ട് ഇറാന്റെ ലക്ഷ്യങ്ങൾ, ഇറാനിൽ ഇസ്രായേൽ കണ്ട ലക്ഷ്യങ്ങൾ അത് വളരെ കൃത്യതയുള്ള ലക്ഷ്യങ്ങളാണ്. ഒന്ന്, ആണവ ശാസ്ത്രജ്ഞന്മാർ, അവരുടെ പാർപ്പിടങ്ങൾ, അവർ വസിക്കുന്ന ഇടങ്ങൾ, അവരുടെ ഫാമിലീസ് ഉൾപ്പെടെ നഷ്ടപ്പെട്ടു എന്ന രീതിയിലാണ് 6ഓളം ആണവ ശാസ്ത്രജ്ഞന്മാർ. ഇറാന്റെ സൈനിക നേതൃത്വത്തിന്റെ ഉന്നത ആളുകൾ, ഏറ്റവും ഉന്നതരായ സൈനിക നേതൃത്വം, ഹുസൈൻ സലാമി ഉൾപ്പെടെയുള്ള മുഹമ്മദ് ബഗാരി ഉൾപ്പെടെയുള്ള സൈനിക നേതൃത്വത്തിലെ ഉന്നതരായ ആളുകൾ അവിടെ വധിക്കപ്പെടുന്ന ഒരു കാഴ്ചയാണ്. അതായത് സൈനിക നേതൃത്വത്തിന്റെ ഉന്നതർ, ഈ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഉന്നതരെ മുൻപ് ലക്ഷ്യം വെച്ചത് നമുക്കറിയാം. തീർച്ചയായും മുൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി വധിക്കപ്പെട്ടത് ഒരു പരിധിവരെ വധിക്കപ്പെട്ടു എന്ന് പറയാനാവില്ല എങ്കിലും വിമാനാപകടത്തിൽ, ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ചു എന്ന് കേൾക്കുമ്പോഴും അതിന് പിന്നിൽ ഇസ്രായേലിന്റെ കരങ്ങളുണ്ട് എന്ന് പലരും വിശ്വസിക്കുന്നു. അതുപോലെ ഒരു സീരീസ് ഓഫ് അറ്റാക്സ് ആണ്. ന്യൂക്ലിയർ പദ്ധതിയുടെ വലിയ പ്രയോജകനായിരുന്ന ഫക്കീസാദയുടെ കൊലപാതകം, ഖാസിം സുലൈമാനി, IRGCയുടെ വലിയ നേതാവായിരുന്ന ഖാസിം സുലൈമാനിയുടെ വധം, അതുപോലെ ഇസ്രായേൽ വിരുദ്ധരായ ഹമാസിന്റെ നേതാക്കൾ യഹ്യ സിൻവാർ, ഇസ്മായിൽ ഹനിയ എന്നിവരുടെ ഒക്കെ വധം. ഇതെല്ലാം തന്നെ ഇസ്മായിൽ ഹനിയ വധിക്കപ്പെടുന്നത് ടെഹ്റാനിൽ വെച്ചാണ്. അപ്പൊ ഇതെല്ലാം തന്നെ ചൂണ്ടിക്കാട്ടുന്നത് വ്യക്തികളെ കേന്ദ്രീകരിച്ചുകൊണ്ട് നേതൃത്വം, പൊളിറ്റിക്കൽ ലീഡർഷിപ്പ്, മിലിറ്ററി ലീഡർഷിപ്പ്, ടെക്നോളജിക്കൽ ലീഡർഷിപ്പ് ആൻഡ്
ന്യൂക്ലിയർ പദ്ധതികളുടെ തലപ്പത്തുള്ളവർ ഇവരെല്ലാം തന്നെ ടാർഗറ്റ് ചെയ്യുന്നത് ഒരു തന്ത്രമാണ്. അതോടൊപ്പം തന്നെ ആണവ നിലയങ്ങൾ, നഥാൻസ് ന്യൂക്ലിയർ ഫെസിലിറ്റി ഉൾപ്പെടെയുള്ള ആണവ നിലയങ്ങൾ ടാർഗറ്റ് ചെയ്തു. അത് ചെയ്യരുത് എന്ന് അമേരിക്ക പല പ്രാവശ്യം ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിയതാണ്. കാരണം ആണവ നിലയങ്ങൾ ടാർഗറ്റ് ചെയ്താൽ അവിടെ ഉണ്ടാകാൻ സാധ്യതയുള്ള വികിരണം ഒരു കാര്യം. അത് മാത്രമല്ല, തിരിച്ചടിക്ക് ഒരുപക്ഷെ ആ രാജ്യം ഉപയോഗിക്കുന്ന മാർഗങ്ങൾ കൈവിട്ടു പോകാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള ആ ഒരു ലക്ഷ്മണ രേഖ അവിടെ ഇസ്രായേൽ ലംഘിച്ചതായി കാണാം. അതുകൊണ്ട് ഇനി ഇസ്രായേലിന്റെ ആണവ പദ്ധതികൾക്ക് നേരെ, ആണവ ഫെസിലിറ്റികൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തുമോ എന്നതാണ് ഉറ്റുനോക്കുന്ന പ്രധാന കാര്യം. ഇറാന്റെ ഷാഹിദ് മിസൈലുകളും ഡ്രോണുകളും എല്ലാം തന്നെ പ്രഹരശേഷിയുള്ളതാണ് എന്ന് പറയുമ്പോഴും അതിന്റെ കൃത്യതയെക്കുറിച്ച് വലിയ ഉറപ്പില്ല. പക്ഷേ കഴിഞ്ഞ രാത്രിയിൽ നടന്ന ആക്രമണങ്ങളിൽ ഇസ്രായേലിനുള്ളിലും ടെല്ലവൈവിലും ജെറൂസലേമിലും കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടായതായി റിപ്പോർട്ടുണ്ട്. ഇസ്രായേലിന്റെ സൈനിക കാര്യാലയത്തിന് നേരെ ആക്രമണം നടന്നിരിക്കുന്നു. അത് വലിയൊരു പുതിയ ഒരു അറിവാണ്. കാരണം ഇസ്രായേൽ സാധാരണ തീക്കട്ടയിൽ ഉറുമ്പരിക്കില്ല എന്നൊരു പ്രമാണത്തിൽ വിശ്വസിക്കുന്ന രാജ്യമാണ് ഇസ്രായേൽ. അവരുടെ അയൺ ഡോം സംവിധാനം 3 തലത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. മിസൈലുകൾ കടന്നു വരാനാവാത്ത രീതിയിൽ ലോങ് റേഞ്ച് മിസൈൽ ഒബ്ജക്റ്റുകളെ ആരോ മിസൈൽ സംവിധാനം തകർക്കുകയും ഹ്രസ്വദൂര മിഡിൽ റേഞ്ച് മിസൈലുകളെ ഡേവിഡ് സ്ലിംഗ്, ദാവീദിന്റെ കവണ എന്ന രീതിയിലുള്ള സംവിധാനം തകർക്കുകയും ഏറ്റവും അടുത്ത് വരുന്ന ഒബ്ജക്റ്റുകളെ ഏറിയൽ ഡോം, അയൺ ഡോം തകർക്കുകയും ചെയ്യുന്ന മൊത്തത്തിൽ അയൺ ഡോം എന്ന് പറയുന്ന ഒരു പ്രതിരോധ സംവിധാനം. അത് ജനങ്ങൾക്ക് സുരക്ഷ, 94 ലക്ഷം വരുന്ന ജനങ്ങൾക്ക് സുരക്ഷ ഇസ്രായേൽ വാഗ്ദാനം ചെയ്യുകയാണ്. പക്ഷേ ആ എത്രയൊക്കെ പറഞ്ഞാലും ഏറെ മിസൈലുകൾ വരുമ്പോൾ ആ സുരക്ഷാ കവചം ഭേദിക്കപ്പെടുന്ന ഒരു കാഴ്ചയും കാണുന്നു. അതുകൊണ്ട് എസ്കലേഷന്റെ 2ാം ഘട്ടത്തിലേക്ക് 2 റൗണ്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കഴിഞ്ഞു. അതുകൊണ്ട് ഇപ്പോൾ പൂർണ്ണമായ എസ്കലേഷനിലേക്കും യുദ്ധത്തിലേക്കും തന്നെ, യുദ്ധ സമാനമായ സാഹചര്യങ്ങൾ എന്ന് പറയുന്നതിനേക്കാൾ പൂർണ്ണമായ ഇറാൻ ഇസ്രായേൽ യുദ്ധം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു. ഇപ്പോൾ യുദ്ധം കേന്ദ്രീകരിച്ചിരിക്കുന്ന ആകാശങ്ങളിലാണ്. കരയുദ്ധം എന്നത് ഉണ്ടാകാൻ സാധ്യമല്ല. കാരണം ഇറാനും ഇസ്രായേലും അയൽ രാജ്യങ്ങളല്ല. ഇതിനിടയ്ക്ക് ജോർദനുണ്ട്, സിറിയ എന്ന രാജ്യമുണ്ട്, ഇറാഖുണ്ട്. അപ്പൊ ഈ 3 രാജ്യങ്ങൾ കടന്നിട്ട് വേണം ഇസ്രായേലിലേക്ക് ഇറാൻ മിസൈലുകളോ ഇസ്രായേലിൽ നിന്നും ഇറാനിലേക്കുള്ള മിസൈലുകളോ പോകാൻ. അതുകൊണ്ട് കരയുദ്ധം എന്നതും അതിന്റെ കണക്കുകളും വലിയ പ്രസക്തിയുള്ള കാര്യമല്ല. കരസേനയുടെ കാര്യത്തിൽ ഇറാന് ഒരുപക്ഷെ മേധാവിത്വമുണ്ട്. സൈനികരുടെ എണ്ണത്തിന്റെ കാര്യത്തിൽ ഇസ്രായേൽ സൈനികരെക്കാൾ 3-4 ഇരട്ടി സൈനികർ ഇറാനുണ്ട്. പക്ഷെ അത് വലിയ പ്രസക്തമല്ല. ടെക്നോളജിയുടെ കാര്യത്തിൽ ഇസ്രായേൽ മുന്നിട്ട് നിൽക്കുകയാണ്. വ്യോമ കപ്പാസിറ്റിയുടെ കാര്യത്തിലും ആധുനികമായ യുദ്ധവിമാനങ്ങൾ, മിസൈൽ ടെക്നോളജി, കൃത്യത, ഇതിനെല്ലാം പുറമെയാണ് ഇന്റലിജൻസ് സംവിധാനം നൽകുന്ന പിൻബലം. എല്ലാം തന്നെ ഇറാനുള്ളിൽ ഇസ്രായേൽ ചാരന്മാർ വലിയ രീതിയിൽ ഹൈപ്പർ ആക്റ്റീവായി പ്രവർത്തിച്ചതുകൊണ്ടാണ് ഇത്ര കൃത്യതയോടുകൂടി ഇറാനുള്ളിൽ ആക്രമണം നടത്താൻ ഇസ്രായേലിന് കഴിയുന്നത് എന്നതാണ് നിഗമനം. ആ ഒരു ഫ്ലെക്സിബിലിറ്റി ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഇസ്രായേലിനുള്ളിൽ ഇറാൻ ചാരന്മാരുടെ എണ്ണം കുറവാണ്, അല്ലെങ്കിൽ അത് സാധ്യവുമല്ല. ആ രീതിയിൽ ഇസ്രായേൽ ഒരു മുൻതൂക്കം കൽപ്പിക്കാമെന്നല്ലാതെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള യുദ്ധത്തിൽ മേഖലയാകമാനം കലുഷിതമാവുകയാണ്. ഈ പ്രവാസി മലയാളികൾ ഉൾപ്പെടെ, പ്രവാസി ഇന്ത്യക്കാർ ഉൾപ്പെടെ അവര് വലിയ നമ്പറാണ്. ആ മധ്യപൗരസ്ത്യ പ്രദേശത്ത് ആകമാനം സംഘർഷം വ്യാപിക്കുകയാണെങ്കിൽ അവരുടെ സുരക്ഷയും നമുക്ക് വലിയ വിഷയമാണ്. അത് മാത്രമല്ല, എണ്ണ 20% ലോകത്തെ എണ്ണ കടന്നു പോകുന്നത്, ഹൈഡ്രോകാർബൺ കടന്നു പോകുന്നത് ഹോർമൂസ് കടലിടുക്ക് കടന്നാണ്. അതായത് ഒമാൻ ഉൾക്കടൽ കടന്നാണ്. ആ ഭാഗം നിയന്ത്രിക്കുന്നത് ഇറാനാണ്. അപ്പൊ ഇറാൻ എസ്കലേഷൻ മോഡിലേക്ക് നീങ്ങുകയാണെങ്കിൽ അതിലെയുള്ള എണ്ണക്കപ്പലുകളുടെ ഗതാഗതം തടയപ്പെടുകയും ലോക വിപണികളിൽ എണ്ണയുടെ വില കുതിച്ചു വരികയും ചെയ്യുന്ന കാഴ്ച കാണും. അങ്ങനെ വരുമ്പോൾ അത് ഇന്ത്യ ഉൾപ്പെടെയുള്ള എണ്ണയെ ആശ്രയിച്ച് ഇക്കോണമിയും വ്യവസായ രംഗവും കരുപ്പിടിപ്പിച്ച രാജ്യങ്ങൾക്ക് വലിയ ആഘാതമാണ്. നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ വലിയ ആഘാതമാണ്. നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധം വരികയാണെങ്കിൽ ഏതാണ്ട് നാണ്യപ്പെരുപ്പം 1.5% ഉടനടി കൂടാനുള്ള സാധ്യതയുണ്ട്. സാധനങ്ങളുടെ വിലകൾ വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. പെട്രോളിയം പ്രൈസസ് പിടിവിട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. ആ രീതിയിൽ നോക്കുമ്പോൾ അത് ദൂരവ്യാപകമായ ഫലങ്ങൾ തന്നെയാണ്. ഒരു നിലപാടെടുക്കാൻ ലോകരാജ്യങ്ങൾ മടിച്ചു നിൽക്കുകയാണ്. കാരണം ഇപ്പോഴത്തെ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷമാണെങ്കിലും മറ്റ് സംഘർഷങ്ങളാണെങ്കിലും ലോകരാജ്യങ്ങൾക്ക് ഈ അൺഫോർച്ചുനേറ്റ് ആണെന്ന് പറഞ്ഞു മാറി നിൽക്കാമെന്നല്ലാതെ നിലപാടുകൾ എടുത്ത് മുന്നോട്ട് വരാൻ ബുദ്ധിമുട്ടാണ്. ഐക്യരാഷ്ട്രങ്ങളിലൊക്കെ ഒരു പ്രമേയത്തിന് അനുകൂലമായിട്ടോ പ്രതികൂലമായിട്ടോ അല്ലെങ്കിൽ വിട്ടുനിന്നുകൊണ്ടോ വോട്ട് രേഖപ്പെടുത്താമെന്നല്ലാതെ നേരിട്ട് മറ്റ് രാജ്യങ്ങൾ ഇൻവോൾവ് ചെയ്യാനോ മധ്യസ്ഥത വഹിക്കാനോ ഉള്ള ഒരു സാഹചര്യം ഇന്ന് ലോകത്ത് നിലവിലില്ലാത്തത് കൊണ്ട് സംഘർഷം ഘനീഭവിക്കുകയാണെങ്കിൽ സ്വയം മാറി നിൽക്കുക എന്നതല്ലാതെ, സ്വയം 2 രാജ്യങ്ങളും സംയമനം പാലിക്കുക എന്നതല്ലാതെ, ഒരുപക്ഷെ ഇറാനെ സംബന്ധിച്ചിടത്തോളം ആണവ പദ്ധതിയിൽ നിന്നും പിന്മാറുന്നു എന്നൊരു പ്രഖ്യാപനം ഉണ്ടായി കഴിഞ്ഞാൽ തീർച്ചയായും യുദ്ധം അവിടെ അവസാനിക്കാൻ സാധ്യതയുണ്ട്. അമേരിക്കയ്ക്ക് മധ്യസ്ഥത വഹിക്കാവുന്ന ഒരു നിലയിലല്ല. കാരണം അമേരിക്കയും ഇസ്രായേലിനെയും ബ്രാക്കറ്റ് ചെയ്തുകൊണ്ടാണ് ഇറാൻ ഇപ്പോൾ കാണുന്നത്. തങ്ങളെ പറഞ്ഞ് അമേരിക്ക വഞ്ചിച്ചു എന്നൊരു ഫീലിംഗ് ഇറാനുണ്ട്. അമേരിക്ക ഇറാനുമായി
5 റൗണ്ട് ആണവ ചർച്ചകൾ ഒമാന്റെ മധ്യസ്ഥതയിൽ നടത്തി 6ാമത്തെ റൗണ്ട് നാളെ നടക്കാനിരിക്കെയാണ് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണം ഉണ്ടാകുന്നത്. അമേരിക്കയുടെ അനുഗ്രഹാശിസുകൾ ഇല്ലാതെ, അറിവോ സമ്മതമോ പ്രേരണയോ ഇല്ലാതെ ഇസ്രായേൽ ഇങ്ങനെ ഒരു സാഹസത്തിന് മുതിരില്ല എന്നാണ് ഇറാന്റെ വിശ്വാസം. അതുകൊണ്ട് അമേരിക്കയും ഇസ്രായേലും ചേർന്നുകൊണ്ട് ഒരു വലിയ നാടകം കളിക്കുകയായിരുന്നു. ഇറാനെ പരമാവധി ബലഹീനമാക്കാൻ ഒരു നാടകം കളിക്കുകയായിരുന്നു എന്ന രീതിയിൽ ഇറാനിൽ വ്യാപകമായ ചിന്തയുണ്ട്. അതുകൊണ്ട് അമേരിക്കൻ സേനാ താല്പര്യങ്ങൾക്കെതിരെ അമേരിക്കൻ സൈനികർ പലയിടങ്ങളിലുമുണ്ട്. ഇറാഖിലും സിറിയയിലും ഖത്തറിലും എല്ലാം അമേരിക്കൻ കേന്ദ്രങ്ങളുണ്ട്, സായുധ സാന്നിധ്യമുണ്ട്. അമേരിക്കൻ കപ്പലുകൾ ആ പ്രദേശത്തുണ്ട്. അവയിലേക്ക് ആക്രമണം വ്യാപിക്കുമോ? അമേരിക്ക നേരിട്ട് രംഗത്ത് വരുമോ? ഇപ്പോൾ പറയുന്നത് ഇസ്രായേൽ ഒറ്റയ്ക്കാണ്, തങ്ങൾക്കിതിൽ പങ്കില്ല, ഇസ്രായേൽ ഞങ്ങളുടെ അനുവാദത്തോടുകൂടി അല്ല യുദ്ധം ചെയ്തിരിക്കുന്നത്, ഇത് അവരുടെ യുദ്ധമാണ്, ഞങ്ങൾക്കിതിൽ പങ്കാളിത്തമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്ക മാറി നിൽക്കുകയാണ്. ആണവ ചർച്ചകൾ വേണമെങ്കിൽ തുടരാമെന്ന നിലപാടിലാണ് അമേരിക്ക. പക്ഷേ ഇറാൻ അത് സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. ഇറാൻ മാറി നിൽക്കുകയും അമേരിക്ക ഇപ്പോൾ തൽക്കാലം മാറി നിൽക്കുകയും ഇസ്രായേലിന് കനത്ത ആഘാതം വരുന്ന ഒരു അന്തരീക്ഷം ഉണ്ടായാൽ, ഇസ്രായേൽ തുടച്ചു നീക്കപ്പെടുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് നീങ്ങുകയാണെങ്കിൽ ഉറപ്പായും അമേരിക്ക ഇസ്രായേലിന്റെ സഹായത്തിനെത്തും എന്നത് നിസ്സംശയം പറയാം. അങ്ങനെ ഇറാന്റെ സഹായത്തിന് മറുപക്ഷത്തെത്താൻ രാജ്യങ്ങളില്ല എന്നതാണ് വാസ്തവം. ഏറ്റവും അധികം രംഗത്തെത്തേണ്ടത് ഇറാന്റെ പ്രോക്സികളാണ്. അപ്പൊ ഹമാസും ഹൗതികളും ഹിസ്ബുള്ളയും എല്ലാം തന്നെ ബലഹീനമായിരിക്കുന്ന സ്ഥിതിക്ക് പിന്നെ ഇറാന്റെ അടുത്ത രാജ്യമായിരുന്നു സിറിയ. സിറിയയിൽ ബാഷർ അൽ അസദിനെ പുറത്താക്കി പുതിയ ഭരണകൂടം വന്നിരിക്കുന്നു. അപ്പം ഇറാന്റെ പ്രോക്സികളും ഇറാൻ അനുകൂല സാഹചര്യങ്ങളും രാജ്യങ്ങളും എല്ലാം തന്നെ അവസാനിച്ച സ്ഥിതിക്ക്, അല്ലെങ്കിൽ ദുർബലമായ സ്ഥിതിക്ക് ഇറാൻ ഏതാണ്ട് ഒറ്റപ്പെട്ട ഒരവസ്ഥയിലാണ്. അതുകൊണ്ട് ഇറാനെ പരമാവധി സഹായിക്കാനാവുന്നത് ചൈനയ്ക്കോ റഷ്യക്കോ ആണ്. റഷ്യ ഇപ്പോൾ ഒരുപിടി പ്രശ്നങ്ങളുടെ മധ്യേ നിൽക്കുകയാണ്. അതുകൊണ്ട് റഷ്യയിൽ നിന്നും കാര്യമായ സഹായം ഇപ്പോൾ പ്രതീക്ഷിക്കാനാവില്ല. റഷ്യക്ക് ഇറാൻ ഡ്രോണുകളൊക്കെ അയച്ചുകൊണ്ട് സഹായിച്ചിട്ടുണ്ട് ഈ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ. പക്ഷേ റഷ്യക്ക് ഇപ്പോൾ നേരിട്ട് ഇങ്ങനെ മറ്റൊരു പോർമുഖം കൂടെ തുറന്ന് ഇറാൻ അനുകൂലമായി രംഗത്ത് വരാനുള്ള സാധ്യത വിരളമാണ് എന്ന് പറയാം. ചൈനയ്ക്ക് അവരവരുടേതായ ഒരു കമ്പൽഷൻസ് ഉണ്ട്. ഇറാനുമായി വലിയ സൗഹൃദമുള്ള രാജ്യം തന്നെയാണ് ചൈന. ചൈന ഇടപെട്ടാണ് ഇറാനും സൗദി അറേബ്യയും തമ്മിലുള്ള ഒരു ഡീൽ, ഒരു സൗഹൃദ ഡീൽ 2 വർഷം മുമ്പ് നടത്തിയത്. അത് അമേരിക്കയെ വലിയ രീതിയിലാണ് അലോസരപ്പെടുത്തിയത്. അപ്പൊ ചൈന ഇറാൻ ബന്ധം വളരെ വിഖ്യാതമാണ്. പക്ഷേ ഈ ചക്രവർത്തി പോരാട്ടത്തിൽ ചൈന പങ്കെടുത്തു കഴിഞ്ഞാൽ സ്ഥിതിഗതികൾ വളരെ സങ്കീർണമാകും. പിന്നെ അമേരിക്കയ്ക്ക് ഇടപെടേണ്ടി വരും, ലോകമഹായുദ്ധത്തിലേക്ക് നീങ്ങും. ആ ഒരു സാഹചര്യം ഒരുപക്ഷെ ചൈനയും ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഇപ്പൊ ഇറാൻ ഏതാണ്ട് പൂർണ്ണമായി ഒറ്റപ്പെട്ട നിലയിലാണ്. തൽക്കാലം ഇസ്രായേലും ഒറ്റയ്ക്ക് തന്നെയാണ് നിൽക്കുന്നത്. ആത്യന്തികമായി ഇസ്രായേലിന് അമേരിക്കയുടെ പിന്തുണ ലഭിക്കും എന്നതുകൊണ്ട് ഇസ്രായേലിന് ആത്യന്തികമായ ഒരു മേൽക്കൈ ലഭിക്കും എന്ന നിഗമനത്തിലാണ് നിരീക്ഷണം. സർ, വളരെ നന്ദി. ഒരു വലിയ വിശദമായി തന്നെ സംസാരിച്ചു. പക്ഷേ ഇസ്രായേലിനാണ് പല കാര്യങ്ങളിലും മുൻതൂക്കമെങ്കിലും ഇറാന്റെ രഹസ്യാവനാഴിയിൽ എന്തൊക്കെ ഉണ്ട്, അതിന്റെ പല സൂചനകളും പുറത്തു വരുന്നുണ്ട് എന്നത് നമ്മൾ വളരെ ശ്രദ്ധേയമാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.